ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സീക്രട്ടീവ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവരെങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നിങ്ങളുടെ ഒരു എനർജി എന്താണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഇനിയിപ്പോൾ ആര് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുതിയ റിലേഷൻഷിപ്പ് വന്നാലും ഒന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാത്രമാണ് അതിന് യോഗ്യരായിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ഫുൾഫിൽമെൻ്റ് ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് തന്നെ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ആവുമ്പോൾ നമ്മൾ വളരെയധികം സസ്പീഷ്യസ് ആവും. അപ്പം നമ്മളുടെ മനസ്സ് തന്നെ അത് ഈ ഒരു തരത്തിലാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ, അതായത് മിക്കവർക്കും അതിനുണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാനായിരിക്കും നമ്മളുടെ മനസ്സിന് കൂടുതലൊരു താല്പര്യം. യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളുടെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് കറങ്ങിത്തിരിഞ്ഞ്, നമ്മൾ വക്രബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവിൽ എത്തി നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രഷർ തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് മറ്റ് ആവശ്യക്കാരുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാനാണ് ഈ ഒരു പേഴ്സണ് പരമാധികാരമായിട്ടുള്ളത് എന്നുള്ളൊരു ചിന്താഗതി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കുണ്ട്. ആ ഒരു പൊസസീവ് എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനസികമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ അത്രയും ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഒരു പേഴ്സണെ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു എനർജി നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വൈരുദ്ധ്യമുള്ളൊരു പേഴ്സൺസ് ആയിരിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളെ കൺസേൺ ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബോധർ ചെയ്യിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. നേരത്തെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു 10 ഓഫ് കപ്സ് എനർജിയിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന വൈരുദ്ധ്യം അത് ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലീജിയൻ വൈസ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആകെ മൊത്തം നിങ്ങൾ തന്നെ ഒരു സെൽഫ് ട്രിഗർ എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് പോലും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇതിനകത്തേക്ക് കൊടുത്തു വെച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആകെ ഒരു ആശ്വാസമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നത് ആ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളും മാത്രമായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടൈം തന്നെ ആയിരിക്കാം. കാരണം നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുൻപ് അത്രത്തോളം ദൈവവിശ്വാസം ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് കൂടുതലും സ്പിരിച്വലി കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ മനസ്സിന് പരിപൂർണമായിട്ടുള്ളൊരു ആശ്വാസം തരുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ തന്നെ കടന്ന് നിങ്ങൾ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് കപ്സ് പ്രതീക്ഷിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒന്ന് വ്യക്തത വരുത്തി ഒരു സംസാരമെങ്കിലും കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെൻ്റെ വ്യക്തിയാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി നിങ്ങളുടെ ഒരു ഭാവനയിൽ പോലും ഈ ഒരു പേഴ്സൺ മറ്റാരുടേതെങ്കിലും ആവുന്നതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അത്രയും ഡെപ്തിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ട് പോലും നിങ്ങൾ പലപ്പോഴും കരുതുന്നത്
ഇവരെന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഞാനിവിടെ വേദനിക്കുമ്പോൾ എന്നെ കുത്തി നോവിക്കുന്ന ഒരു എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്നെ ഓർത്ത് ഉള്ളുരുകിയിരിക്കുന്ന ഒരു ടൈമിൽ ഇവരവിടെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ സങ്കടം അവർ കാണുന്നില്ല, അല്ലെങ്കിൽ കാണാൻ കൂട്ടാക്കുന്നില്ല, ഇവരൊരു സാഡിസ്റ്റ് ആണോ എന്നുള്ളൊരു രീതിയിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അത് ഇവരോടുള്ള ഒരു സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഒരു വേദന കൊണ്ടായിരിക്കാം ഈ ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കാലം മാറുന്നതിനനുസരിച്ച് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് അത് മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിലനിർത്തുന്നതിനുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതായത് ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും വളരെ ധീരമായിട്ട് അത് നേരിട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. പെട്ടെന്നൊന്നും അങ്ങനെ തോറ്റു കൊടുക്കില്ല എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കെയറിങ്ങും പ്രൊട്ടക്റ്റീവും അതുപോലെ തന്നെ ആ ഒരു ലവബിളായിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാത്തത്. അതായത് ലൈഫിൽ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ധീരമായിട്ട് ഈ ഒരു പേഴ്സൺ നേരിടും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചിലവരെന്തെങ്കിലും നമ്മുടെ ലൈഫിനകത്തൊരു ട്രാജിക് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഓവർകം ചെയ്യും, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉണ്ടായ ആ ഒരു വിഷമത്തെ ചൊല്ലി അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോകുന്ന ഒരു പേഴ്സൺ അല്ല, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ബന്ധത്തിനകത്ത് അത്രത്തോളം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് മറ്റുള്ള ഒരു കാര്യത്തിലും ഫോക്കസ് കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു ബന്ധത്തിലാണെന്ന് പറഞ്ഞു. അതായത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല, അതാണ് അതിൻ്റെ ഒരു റീസൺ. പക്ഷേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലായിക്കോട്ടെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് പ്രാക്ടിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ബേസ് ഫീലിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു റിസറക്ഷൻ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു ഉയർത്തെണീപ്പ് വേണം. ഈ ഒരു ബന്ധം ഇപ്പോൾ സെപ്പറേറ്റ് ആയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം, കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോയൊരവസ്ഥയിലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരുന്നാൽ പോരാ, ഇത് വീണ്ടും ഈ ഒരു ബന്ധത്തിന് ജീവൻ വെക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പേഴ്സൻ്റെ ബേസിക് ഫീലിംഗ്. പക്ഷേ നമ്മൾ നേരത്തെ നിങ്ങളുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകാത്തത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ഫ്ലോയിൽ ഇതിൽ പോകാൻ കഴിയാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റുള്ള ഈ പറഞ്ഞ തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓഫേഴ്സ് വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കൊളാബ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ ഇപ്പോൾ അവരുടെ ലൈഫിലുണ്ടാവാം. ഓൾറെഡി ഈ ഒരു തേർഡ് പാർട്ടി അല്ലാതെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് പലതരത്തിലുള്ള ഓഫേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും ചാമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആ ഒരു എനർജീസ് നമുക്ക് കാണാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കരിയറിലായിരിക്കാം. എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള ഒരു സമയമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മറ്റൊന്നുമായിട്ട് ഇപ്പോൾ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കിപ്പോൾ അങ്ങനെ ഒരു കൊളാബ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ട് സഹകരിച്ച് പോകാനോ ഒന്നും ഒട്ടും താല്പര്യമുള്ള ഒരു സ്റ്റേജിലല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ ഇതെല്ലാം തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു സംഭവമല്ല. കാരണം ഇതിൻ്റെ ഒരു കാലദൈർഘ്യം നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വേദനിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇപ്പോഴും ചിന്തിച്ച് തലപുണ്ണാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് തലപുണ്ണാക്കുകയല്ല, എന്താണ് ഇനി അതിനകത്ത് അടുത്തത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേവലാതിപ്പെടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങളുടെ ഇത്രയും നല്ല അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ട്രാജിക് എൻഡ് സംഭവിച്ചത് എന്ന് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ്റെ സ്റ്റേജിൽ ഇതിനു മുൻപും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ശ്രമം നടത്തിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ ഒരു നിർബന്ധം കൊണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു തീരുമാനം അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചത് ഒരു എടുത്തിയാട്ടമായി പോയി എന്നുള്ളതാണ്.
കാരണം തലനാരിഴക്ക് ഇവിടെ നമുക്ക് ആ ഒരു ടവർ സിറ്റുവേഷൻ ഒന്ന് ഒഴിഞ്ഞു പോയതായിട്ട് കാണാം. അല്ലെങ്കിൽ അത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിപ്പോയതിന്, പക്ഷേ ആ ഒരു പേഴ്സൺ അത് ചെയ്യാഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ ഒരു ടവർ സിറ്റുവേഷൻ അവരിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ളൊരു രീതിയിലാണ് അവർ കരുതുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് 100-ൽ 100 കൊടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജെനുവിനിറ്റിയിൽ ഈ ഒരു പേഴ്സണ് സംശയമില്ല. പക്ഷേ നിങ്ങളൊരു കടുംപിടുത്തമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത വ്യക്തി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന, കടുംപിടുത്തം പിടിക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ളൊരു രീതിയിലാണ് അവർ, ആ ഒരു ആംഗിളിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാലും വേണ്ട, എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടോളറേറ്റിംഗ് ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ കരുതുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരത് നിങ്ങളോട് ഷെയർ ചെയ്യാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സൂചന തരാത്തതിൻ്റെയോ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചു ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കൈകളിൽ കാര്യം ഒതുങ്ങിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചെന്ന് ചോദിച്ചിട്ടുണ്ടാവാം ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ എനർജിയിൽ നമ്മൾ കണ്ടു, ആ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന എനർജി നിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളത് ചോദിച്ച് നടന്നിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ആർഗ്യുമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഒന്നും മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരാതെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യവും വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ മുഴുവൻ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല ഈ ഒരു വ്യക്തി ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കറൻ്റ്ലി ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ കാര്യത്തിന് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഇവരിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാനൊക്കെ മറ്റുള്ള വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഓഫേഴ്സൊക്കെ വരുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യാനോ ഒന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ മാത്രമാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പാസ്റ്റ് എനർജി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി എല്ലാവരോടും വളരെ സൗഹൃദപരമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ നടന്നൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ എനർജിയിൽ അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിൽ ആദ്യത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തന്നെ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫോക്കസ്. അതായത് സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇതിനകത്ത് ഈ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ ഫാമിലിയൊക്കെ ആവാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൂളിനെ പോലെ എടുത്ത് ചാടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുൻപ് അവരങ്ങനെയുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെ ഫോക്കസ് ചെയ്ത് ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം, ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയോട് വളരെയധികം വിധേയത്വമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അവർക്ക് ആരോടും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. അവർ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ആദ്യം എൻ്റെ സ്റ്റാൻഡൊന്ന് ശരിയാവട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അവരുടെ ഒരു കരിയറിനൊക്കെ ആയിരിക്കാം ഏറ്റവും കൂടുതലൊരു ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡിപെൻഡൻസ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു വ്യക്തി ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരു കെട്ടുപാടിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി സ്വന്തമായിട്ടുള്ള ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഇനി ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ പറഞ്ഞു ആദ്യമേ തന്നെ ഇവരുടെ ഒരു ബേസ് ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ജീവൻ വെക്കുക, അല്ലെങ്കിൽ അത് വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ചുമ്മാ വന്ന് തുടങ്ങിയിട്ട് പോകാൻ, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇട്ടിട്ട് പോകാനുള്ള ഒരു ആഗ്രഹത്തിലല്ല. അതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ അതിന് ഈ ഒരു പേഴ്സണും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ പ്ലാനിങ്ങും കാര്യങ്ങളും അവർ ആരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആരോടും അതൊന്നും പറയുന്നുണ്ടാവില്ല. ഇവരുടെ മനസ്സിനകത്ത് മാത്രമായിരിക്കും ഇവരുടെ ഒരു പ്ലാനും ആ ഒരു സീക്രസി എല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് അത്രയും പൊസസീവായിട്ടുള്ളൊരു എനർജിയാണ്, അല്ലെങ്കിൽ ഇവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അത്രമേൽ കോൺഫിഡൻ്റ് ആണ്. അതായത് ഒരിക്കലും അവർക്ക് പകരമായിട്ട് നിങ്ങൾ ആരെയും ചൂസ് ചെയ്ത് പോവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സണോട് അത്രയും സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അവർക്ക് നല്ലതുപോലെ നിങ്ങളുടെ ഒരു മൈൻഡ് അറിയാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ആരെയും ചൂസ് ചെയ്യില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എല്ലാം കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കോൾസ് ചെയ്താലും അല്ലെങ്കിൽ മെസ്സേജസ് അയച്ചാലും ആ ഒരു തരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്ലാനിങ്ങോട് കൂടി അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്ലാനും കാര്യങ്ങളും പറയാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എടുത്തിയാടുന്ന ഒരു പ്രകൃതമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ സമയം വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബെറ്റർ മിണ്ടാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സൈലന്റ് എനർജിയിൽ ഇരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാത്തത് നിങ്ങൾ എവിടെയും പോവില്ല എന്നുള്ള അവരുടെ ആ ഒരു ഉറപ്പുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ആക്ഷൻ മാത്രം ഇനി ഈ ഒരു പേഴ്സൺ എടുത്താൽ മതി. അവരുടെ മനസ്സിനകത്ത് ഒരു ഉറച്ച ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മോ എന്തായാലും ഈ ഒരു വ്യക്തിക്കില്ല. അവർക്ക് ഉറച്ചൊരു തീരുമാനം അവരുടെ മനസ്സിനകത്തുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സെപ്പറേഷനിൽ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അവരത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും കണ്ടിട്ട് എനിക്ക് പോലും തോന്നുന്നത് അവർക്ക് നിങ്ങളോട് അവരുടേതായിട്ടുള്ളൊരു കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമെങ്കിലും അറിയിക്കാമായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അത്രയും പിടിവാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനെല്ലാം നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് മാറ്റിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം ഞാൻ ഇത്രയും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു വിട്ടുവീഴ്ചയും കാര്യങ്ങളെല്ലാം എൻ്റെ ഭാഗത്തു നിന്നും വേണം, ഞാൻ ഇത്രയും ഇതിനകത്ത് എഡിക്റ്റ് ആവാൻ പാടില്ല എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നേരത്തെ ഓരോ ചെറിയ കാര്യത്തിന് പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പൊസസീവ് എനർജിയിൽ പോരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കാലക്രമേണ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തൊരു ഡിസിഷൻ ഉണ്ട്. അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ അവർ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി നിങ്ങളിലേക്ക് വരാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൽ നിലനിന്ന് പോകാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അത്തരത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജീസ് കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും റെസണേറ്റ് ആവാൻ സാധ്യതയില്ല. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കാം ഇത് റെസണേറ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജിയാണോ അല്ലെങ്കിൽ പേഴ്സൻ്റെ എനർജിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും നിങ്ങളുടെ എനർജി ആയിട്ടൊക്കെ ഇതിന് സാമ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങളുടെ എനർജി നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് പോയ വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങളുടെ എനർജി അല്ല. കാരണം ഇതിനകത്തുള്ള ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനും ഈ വ്യക്തിക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ അറിയിച്ചിട്ടില്ല, നിങ്ങളിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കളയാതിരിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാം വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.